ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം യുഎസ് ടെക് നിസാം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ നമുക്കൊരു ഡിസ്കോഡ് സെർവർ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. സോ ഗൈസ്, അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോക്ക് ജസ്റ്റ് ഒന്ന് ലൈക്ക് കൂടി ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ 2.1K ഫാമാണ്. എല്ലാവരും അത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് നമ്മുടെ ചാനലിനെ ആ ഒരു ഫാമിലിയിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, എങ്ങനെ ഒരു ഡിസ്കോഡ് അക്കൗണ്ട് മേക്ക് ചെയ്യാം എന്നുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഞാൻ താഴെ കമ്പ്യൂട്ടറിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. സോ ആ ഒരു വീഡിയോ വാച്ച് ചെയ്ത് നിങ്ങൾ എങ്ങനെ ഒരു ഡിസ്കോഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എങ്ങനെ ഒരു ഡിസ്കോഡ് സെർവർ മേക്ക് ചെയ്യാം എന്നുള്ളതാണ്. സോ ഇവിടെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ലെയർ കാണാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾ ഡിസ്കോഡ് ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ലെയർ കാണാൻ വേണ്ടി പറ്റും. ഇത് നിങ്ങൾ പ്ലസ് ഐക്കൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് താഴെ കുറേ ടെംപ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. സോ ആ ടെംപ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്കൊരു സെർവർ ക്രിയേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് മൈ ഓൺ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതുതായിട്ടൊരു സെർവർ മേക്ക് ചെയ്യാം. സോ നമുക്കിവിടെ ക്രിയേറ്റ് മൈ ഓൺ എന്ന ഭാഗം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഫ്രണ്ട്സിനും ഫാമിലിക്കും വേണ്ടി നിങ്ങൾക്ക് ഒരു സെർവർ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തൊട്ട് മുകളിലായിട്ട് ഒരു ക്ലബ്ബോ ഓർ കമ്മ്യൂണിറ്റി രീതിയിലും സെർവർ ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മൾ ക്ലബ് ഓർ കമ്മ്യൂണിറ്റി എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സെർവർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. സോ നിങ്ങളുടെ സെർവർ നെയിം ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം നിങ്ങൾക്ക് തൊട്ട് മുകളിൽ ഒരു പ്രൊഫൈൽ പിക്ചർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഒരു പ്രൊഫൈൽ പിക്ചറും സെറ്റ് ചെയ്ത് തൊട്ട് താഴെ കാണുന്ന ക്രിയേറ്റ് സെർവർ എന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ സ്കിപ്പ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെർവർ ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുകയാണ് ഗൈസ്. സോ പിന്നെ പ്രൊഫൈൽ പിക്ചർ ഓപ്ഷണലാണ്. സോ നിങ്ങൾ പിന്നെ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് പ്രൊഫൈൽ പിക്ചർ സെറ്റ് ചെയ്യാൻ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. സോ ഇവിടെ സെറ്റപ്പ് യുവർ സെർവർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ പ്രൊഫൈൽ പിക്ചർ റീഎഡിറ്റ് ചെയ്യാനും സാധിക്കും. അതായത് നിങ്ങൾക്ക് വീണ്ടും സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു സെർവറിലേക്ക് മെമ്പേഴ്സിനെ ആഡ് ചെയ്യാം. സോ ഗൈസ്, ഇനി നമുക്കെങ്ങനെ ഈ ഒരു സെർവറിലേക്ക് ചാനൽസ് എങ്ങനെ ആഡ് ചെയ്യാം എന്നാണ് പറയുന്നത്. സോ അതിനുവേണ്ടി നിങ്ങൾക്കിവിടെ സെർവർ നെയിം എന്നൊരു ഭാഗം കാണാൻ വേണ്ടി പറ്റും. അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ക്രിയേറ്റ് ചാനൽ എന്നൊരു ഭാഗമുണ്ട്. സോ അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ ഏറ്റവും മുകളിൽ നിങ്ങളുടെ ചാനലിന് ഒരു നെയിം കൊടുക്കുക. ദെൻ നിങ്ങളൊരു ടെക്സ്റ്റ് ചാനലാണെങ്കിൽ വോയിസ് ചാനലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്കിവിടെ ക്രിയേറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ചാനൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജസ് മാത്രം ആ ഒരു ചാനൽ അയക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ നമുക്കൊരു വോയിസ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നിങ്ങൾ വീണ്ടും ക്രിയേറ്റ് ചാനൽ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം വോയിസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ദെൻ നിങ്ങളൊരു ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് അതായത് നെയിം ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ക്രിയേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വോയിസ് ചാനൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾക്ക് വോയിസ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ മെമ്പേഴ്സുമായിട്ട് സംസാരിക്കാം. ഇത് ടെക്സ്റ്റ് ചാനൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മെമ്പേഴ്സുമായിട്ട് സംസാരിക്കാം. അപ്പോൾ ഗൈസ്, ഇങ്ങനെ നമുക്ക് എത്ര ചാനൽസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇത്ര സിമ്പിളായി നമുക്കൊരു സെർവർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിനു പുതിയ ഒരുപാട് വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും എത്താം പ്രതീക്ഷയോടെ. ഇറ്റ്സ് മീ നിസാം സൈനിങ് ഔട്ട്. I know you told your friend you're not okay, and tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue